89.6 FM Sargakshetra SK Junction. വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ഇന്ന് എസ് കെ ജംഗ്ഷനിൽ നമ്മളെല്ലാവരും കേട്ടറിയാനായി പോകുന്നത്, നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു രോഗത്തെക്കുറിച്ചാണ്, കിഡ്നി സ്റ്റോൺ. ഇത് വന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വരാനായിട്ടുള്ള ആദ്യത്തെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയവരുണ്ടായിരിക്കും, ഇത് വരാതിരിക്കാനായിട്ട് പ്രിക്കോഷൻ മെത്തേഡ്സ് എടുക്കുന്നവരുണ്ടായിരിക്കും. സോ എല്ലാവരും ഒരു പേടിയോടുകൂടെ തന്നെ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കിഡ്നി സ്റ്റോൺ. പക്ഷേ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിയാവുന്നത് കൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ പലരും പല രീതിയിൽ പറയുന്നത് നമുക്ക് കേൾക്കാറുണ്ട്. പല കൺഫ്യൂഷൻസ് ഇതിനെ പ്രതി നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കേണ്ടത്, എന്താണ് ശരിയായ വിധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായി നമ്മുടെ കൂടെ ഒരു എക്സ്പേർട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. വി ഹാവ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഡോക്ടർ. നമ്മൾ ഇന്ന് ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. സോ എന്താണ് കിഡ്നി സ്റ്റോൺ എന്ന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് കിഡ്നി സ്റ്റോൺ? നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്ഥിരമായി പറയുന്ന ഒരു വാക്കാണ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോൺ, ഈ കിഡ്നി സ്റ്റോൺ എന്നാൽ നമ്മുടെ പ്രകൃതിയിലൊക്കെ കാണുന്ന പോലത്തെ തന്നെ ഒരു സ്റ്റോൺ തന്നെയാണ്, കല്ല് പോലത്തെ സാധനമാണ്. അത് പ്രധാനമായും ഉണ്ടാകുന്നത് കിഡ്നിയിൽ തന്നെയാണ്. അത് അപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കും, ഇത് വെള്ളം പോലല്ലേ യൂറിൻ, അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത്? ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടു എന്ന് കരുത്, അത് അലിഞ്ഞു വരും. എന്നാൽ നമ്മൾ 3, 4, 5 സ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അടിയിൽ വന്ന് അടിയും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് മുതലായ സോൾട്ടുകൾ ഒരു പരിധിയുടെ അപ്പുറത്ത് നമ്മുടെ യൂറിനിൽ വന്ന് കയറുമ്പോൾ അത് അടിയാനും അത് കൂടി ക്ലംപ് ചെയ്ത് ഒരു സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതാണ് കിഡ്നി സ്റ്റോൺ. അപ്പോൾ പ്രൈമറി കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് കിഡ്നിയിൽ തന്നെ ഉണ്ടാകുന്ന സ്റ്റോണാണ്. അത് കിഡ്നിയിലാവാം, യുറീറ്റർ എന്ന് പറഞ്ഞ് മൂത്രനാളിയും കിഡ്നിയും ചേരുന്ന ഭാഗത്താകാം, ഇല്ലെങ്കിൽ നമ്മുടെ മൂത്രസഞ്ചി ബ്ലാഡറിലും ഫോം ചെയ്യാം. ചില പ്രായമായ പുരുഷന്മാരിൽ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ മൂത്രസഞ്ചിയിൽ കെട്ടി നിന്ന് സെക്കൻഡറി സ്റ്റോൺസും ഫോം ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് കിഡ്നി സ്റ്റോൺ എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞു. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്ക് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. വൺസ് അഗൈൻ വെൽക്കം ടു എസ് കെ ജംഗ്ഷൻ വിത്ത് മീ RJ Jo. 89.6 FM Sargakshetra SK Junction. സർഗക്ഷേത്ര 89.6 FM എസ് കെ ജംഗ്ഷൻ ആണ്. ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് കേട്ടറിയുന്നത്. സോ കിഡ്നി സ്റ്റോണിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനായി കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ എന്താണ് കിഡ്നി സ്റ്റോൺ എന്നുള്ളത് കേട്ടു. എന്തുകൊണ്ടാണ് ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാളിലേക്ക് ഇത് ഉണ്ടാവുന്നത്, ആർക്കൊക്കെയാണ് ഇത് കൂടുതലായി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് തുടങ്ങിയത് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മുടെ കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് ഇവയുടെ കോൺസെൻട്രേഷൻ യൂറിനിൽ കൂടുന്നത്. എങ്ങനെ കോൺസെൻട്രേഷൻ കൂടുന്നത്? നമുക്ക് യൂറിൻ ഉണ്ടാകുന്നത് തീർത്തും കുറയും. എങ്ങനെ യൂറിൻ ഉണ്ടാകുന്നത് തീർത്തും കുറയും? വെള്ളമില്ല. അതായത് നമ്മുടെ വെള്ളം കൂടി കുറയുന്നതാണ് കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. അത് ചൂടത്ത് ജോലി ചെയ്യുന്നവരാവാം, ജോലിയുടെ ഭാഗമായിട്ട് വെള്ളം കൂടി തീരത്തും കുറയുന്നവരാവാം. അങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. ചിലർക്ക് പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ അച്ഛൻ ഇവർക്ക് എല്ലാവർക്കും കിഡ്നി സ്റ്റോൺ ഉണ്ടാകും. അപ്പോൾ അവർക്കും കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതകളുണ്ട്. ചില ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇപ്പം മന്തിയും തണ്ടൂരൊക്കെ കഴിക്കുന്നത് റെഡ് മീറ്റ് വളരെയധികം ഉപയോഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഈ യൂറിക് ആസിഡ് സ്റ്റോണുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഉപ്പിൻ്റെ ഉപയോഗം വളരെ കൂടിക്കഴിഞ്ഞാൽ സ്റ്റോണുകൾ ഉണ്ടാവാം. അമിത ഭാരമുള്ളവർക്ക്, ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർക്ക് ഇവർക്കൊക്കെ സ്റ്റോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെണ്ണുങ്ങളെ കമ്പയർ ചെയ്താൽ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പക്ഷേ കുട്ടികളിലും സ്ത്രീകളിലും സ്റ്റോൺ ഫോം ചെയ്ത് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ ഇപ്പം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായി. ഇനി എങ്ങനെയാണ് എനിക്കിത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക, എൻ്റെ ശരീരം എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. സോ അതിനുള്ള ഉത്തരവുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction.
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, എന്താണ് കിഡ്നി സ്റ്റോൺ? ആർക്കൊക്കെ ഇത് സംഭവിക്കാം, അല്ല ആരിലൊക്കെ ഇത് ഉടലെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ കേട്ടു. ഇനി എന്തൊക്കെയാണ് കിഡ്നി സ്റ്റോൺ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ എപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാക്കുമോ? ഉണ്ടാക്കാം, ഉണ്ടാക്കാതിരിക്കാം. എന്നാൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെ ഇരിക്കും? അത് എവിടെയാണ് കിഡ്നി സ്റ്റോൺ എന്നനുസരിച്ചിരിക്കും. കിഡ്നി സ്റ്റോൺ ഞാൻ പറഞ്ഞതുപോലെ കിഡ്നിയിലുണ്ടാവാം, യുറീറ്റർ എന്ന് പറഞ്ഞ മൂത്രനാളിയിലുണ്ടാവാം, മൂത്രസഞ്ചിയിലുണ്ടാവാം, ഇവിടെ എല്ലാം ഉണ്ടാവാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ കല്ലുകൾ ഉണ്ടാകുമ്പോൾ ഓരോ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് വൃക്കയ്ക്കകത്താണ് ഈ കല്ലുണ്ടാകുന്നത്, അതായത് കിഡ്നിക്കകത്താണ് കല്ലുണ്ടാകുന്നതെങ്കിൽ ചെറിയ നടുവേദന, വീണ്ടും വീണ്ടുമുള്ള ഛർദി, പനി, ഇവയായിട്ട് ഇത് വരാം. ഇത് താഴെ ഇറങ്ങി നമ്മുടെ മൂത്രനാളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള വയറുവേദന, നമ്മുടെ അരക്കെട്ടിൽ നിന്ന് നമ്മുടെ താഴേക്ക് വരുന്ന അതികഠിനമായ വയറുവേദന, ഭയങ്കര ഛർദിൽ, അതോടുകൂടി ആ വേദന തീരുക. കൂടാതെ മൂത്രത്തിൽ ചോര വരാം, മൂത്രത്തിൽ പഴുപ്പ് വരാം, മൂത്രം തന്നെ തീർത്തും ഇല്ലാണ്ട് പോകാം. അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാം. എന്നാൽ മൂത്രസഞ്ചിയിലേക്ക് ഇത് ഇറങ്ങിയാലോ, അത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുക, മൂത്രത്തിൽ ചോര വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളത് ഒരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അതായത് പോയവർക്ക് വീണ്ടും വരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട്, പക്ഷെ അത് പിന്നീട് അത് മാറി വീണ്ടും പക്ഷേ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, ഈ ഒരു പെയിൻ, ഈ പറഞ്ഞ വേദന, അതിദാരുണമായിട്ടുള്ള വേദനയിലൂടെയൊക്കെ വീണ്ടും കടന്നു പോകുന്ന ഒരു സാഹചര്യം വന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും ഈ ഒരു കിഡ്നി സ്റ്റോൺ മാറിയ ഒരു വ്യക്തിക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. കിഡ്നി സ്റ്റോൺ നമ്മുടെ നാട്ടിലുള്ള ഷുഗർ, പ്രഷർ പോലുള്ള അസുഖങ്ങൾ പോലെ വീണ്ടും വീണ്ടും ഒരു തവണ ചികിത്സിച്ചാൽ അങ്ങ് മാറുന്ന ഒരു അസുഖമൊന്നുമല്ല. അതൊരു മെറ്റബോളിക് സിൻഡ്രോമാണ്. നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് ഈ കാൽഷ്യം, ഓക്സലേറ്റ് യൂറിക് ആസിഡ് മുതലായ സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു തവണ ചികിത്സിച്ച് അങ്ങ് മാറി എല്ലാം ശരിയായി എന്ന് കരുതിയാണ് നാട്ടിലുള്ള എല്ലാവരും നടക്കുന്നത്. പക്ഷേ 50% ആൾക്കാർക്ക് അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ഇത് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ചില ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കണോ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചുകൾ നമ്മൾ വരുത്തണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുതലായവ കേട്ടറിയാം തുടർന്നുള്ള നിമിഷങ്ങളിൽ SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന് സമയമാണ്. അതിഭീകരമായ ചൂടാണ് നമുക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചൂട് കാലത്തും അല്ലെങ്കിൽ ഏതൊരു കാലത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം. ഇപ്പം വെള്ളം കുടിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയുമ്പോൾ, വെള്ളം കുടിച്ചില്ലെങ്കിൽ വല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാവും കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്, ഒന്ന് പേടിപ്പിക്കാനായിട്ട്. പക്ഷേ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് കിഡ്നി സ്റ്റോൺ, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായി കൂടെയുള്ള സ്പെഷ്യൽ എക്സ്പേർട്ട് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, ഞാനൊരു കാര്യം ചോട്ടെ. മുമ്പേ പറഞ്ഞ സമയത്ത് ഡോക്ടർ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചൊരു കാര്യം ചോദിക്കാം. അതായത് ചിലവർക്ക് ഈ ഇപ്പോൾ പറയുന്ന പോലെ വലിയ പെയിനോ ഒന്നും ഇല്ലാതെ തന്നെ, ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ തന്നെ ഈ കിഡ്നി സ്റ്റോൺ കാണുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ചികിത്സ തേടണോ, അതിന് അത്യാവശ്യമാണോ, എന്താണ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? വളരെ നല്ലൊരു ചോദ്യമാണത്. ചില ആൾക്കാരിൽ നമ്മുടെ നാട്ടിലിപ്പം അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ എല്ലാം ഒത്തിരി തവണ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ ചെറിയ സ്റ്റോണുകൾ കാണാം. ചിലപ്പോൾ വെറുതെ വയറുവേദനയ്ക്ക് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അവർ ആദ്യമായിട്ട് സ്റ്റോൺ കണ്ടെത്തുന്നത്. ചില കല്ലുകൾ 5 മില്ലിമീറ്ററിന് താഴെയുള്ള ചെറിയ കല്ലുകളുണ്ട്. അവരൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇതിന് ചികിത്സ ആവശ്യമുണ്ടോ, ചെറിയ വേദനയുള്ളൂ, ഇപ്പോൾ വേദന ഒന്നുമില്ല, ഇപ്പോൾ അതിന് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചികിത്സ ആവശ്യമുള്ളവരുണ്ട്, ആവശ്യമില്ലാത്തവരുണ്ട്. 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ ചെറിയ കല്ലുകൾ ഒരു വേദനയില്ലാത്തത് നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാം. അതായത് അവരെ 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോൾ സ്കാനൊക്കെ ചെയ്ത് ഇത് വലുതാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് കല്ല് വലുതാവാതിരിക്കാനുള്ള ജീവിതചര്യ ചേഞ്ചുകൾ, നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കാനുള്ള കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. കൂടാതെ ചെറിയ വേദനയുള്ളവരും 5 മില്ലിമീറ്റർ മുതലായ വലിപ്പമുള്ള കല്ലുകളുള്ളവർക്ക് നമ്മൾ കൃത്യമായ ചികിത്സ കൊടുത്തില്ലെങ്കിൽ അത് ഈ പവിഴമുത്തുണ്ടാകുന്ന പോലെയാണ്, വീണ്ടും 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 ഡെപ്പോസിറ്റ് ചെയ്ത് അത് വലുതാവും. അവർക്ക് വേണമെങ്കിൽ ഇപ്പം 3 മില്ലിമീറ്ററേ ഉള്ളൂ എന്ന് കരുതി വെറുതെ ഇരിക്കാം. പക്ഷേ അത് ഭാവിയിൽ അത് 5 മില്ലിമീറ്ററും 1 സെൻറ്റിമീറ്ററും ഒക്കെ ആയി
പ്രശ്നമായി അത് പിന്നീട് ഒരു ശസ്ത്രക്രിയയിലേക്കൊക്കെ നീങ്ങേണ്ടി വരാം. കറക്റ്റ് സമയത്ത് നമ്മൾ ആഹാരത്തിലും ചെറിയ മരുന്നുകളിലൂടെ ഒക്കെ ചേഞ്ചുകൾ വരുത്തിയാൽ അവർക്ക് കൂടുതൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാതിരിക്കാം. ഓക്കെ, ലക്ഷണങ്ങളില്ലാത്ത കിഡ്നി സ്റ്റോൺ ഉള്ളവർ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സ്റ്റോൺ കാണപ്പെടുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇനി അറിയേണ്ടത് ഈ ചെറിയ സ്റ്റോണുകൾ മാത്രം കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അതിന് എത്രമാത്രം ചികിത്സ അനിവാര്യമാണ് തുടങ്ങിയ കാര്യം കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. പാട്ടുകൾക്ക് ശേഷം സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ കിഡ്നി സ്റ്റോണിനെ കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ കേട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അതായത് ഈ ചെറിയ സ്റ്റോൺ കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇത് തനിയെ പുറത്തു പോകുമോ, അല്ലെങ്കിൽ ഇതിന് എത്രമാത്രം ചികിത്സയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്? നമ്മൾ ചെറിയ സ്റ്റോൺ എന്ന് പറയുമ്പോൾ എന്താണ് സൈസ് ക്രൈറ്റീരിയ എന്നുള്ളത് ആദ്യം പറയണം. നമ്മുടെ ബുക്കുകളിലൊക്കെ പറയുന്നത് 5 മില്ലിമീറ്ററിന് താഴെയുള്ള സ്റ്റോണുകളെയാണ് നമ്മൾ ചെറിയ സ്റ്റോൺ, അത് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോൺ നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ മൂത്രനാളിയുടെ വ്യാസം 7 മില്ലിമീറ്റർ 6 മില്ലിമീറ്റർ ഒക്കെയാണ് ഒരു അഡൽറ്റിൻ്റെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കിഡ്നിക്കകത്ത് ഈ 5 മില്ലിമീറ്ററിന് താഴെയുള്ള സ്റ്റോണുകൾ ഉണ്ടായാൽ അവ ശരീരം തന്നെ അത് പുറത്തേക്ക് തള്ളിവിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കുക, നമ്മൾ തരുന്ന ചെറിയ മരുന്നുകൾ കഴിക്കുക, യൂറിൻ ആൽക്കലൈസ് ചെയ്യാന്ന് പറയും. നമ്മുടെ സ്റ്റോണുകൾ മിക്കവാറും ആസിഡിക് യൂറിനിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആൽക്കലൈസ് ചെയ്യുക, അതായത് pH നമ്മുടെ ഒരു 6, 7, 8 ഉയർത്തിയാൽ പല കല്ലുകളും അവിടെ നിന്ന് അലിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഈ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം വെള്ളം കുടിക്കുന്നത് ഭയങ്കര അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്. സോ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം വേണം ഈ ഒരു സ്റ്റോൺ ഒഴിവാക്കാനായിട്ട് നമ്മൾ കുടിക്കേണ്ടത്? ഒരാൾക്ക് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ഒരു ഷർട്ട് മേടിച്ചിട്ട് എല്ലാവരിലും ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ എല്ലാവരും എന്നോട് വന്ന് ചോദിക്കുന്നത്, യൂറോളജിസ്റ്റ് അല്ലേ, എന്നാൽ എത്ര വെള്ളം കുടിക്കണം? നമുക്കങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് ഒരാൾക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ AC റൂമിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്, പറമ്പിൽ പണിയെടുക്കുന്നവരുണ്ട്, ടീച്ചർമാരുണ്ട്, കളക്ടർമാരുണ്ട്. അപ്പോൾ പലർക്കും പല രീതിയിലാണ്. അപ്പോൾ ഓരോരുത്തരും വിയർക്കുന്നത് ഓരോ രൂപത്തിലാണ്, അവരുടെ ശരീരഘടന ഓരോ രൂപത്തിലാണ്. നമ്മുടെ ബുക്കുകൾ പറയുന്നത് 2.5 തൊട്ട് 3 ലിറ്റർ വരെ യൂറിൻ, അതായത് മൂത്രം വരണം എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് എത്ര നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് പക്ഷേ ഒരു സാധാരണ ആളോട് പോയി പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവർക്ക് മനസ്സിലാകാൻ. അപ്പോൾ നമുക്ക് ലളിതമായി പറഞ്ഞു കൊടുക്കാൻ പോകുന്ന യൂറിൻ നല്ല തെളിഞ്ഞിരിക്കണം. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ചാലും മഞ്ഞയാവരുത്, ഒരു ഓറഞ്ച് ഷെയ്ഡ് വരരുത്, നല്ല ക്ലിയർ യൂറിൻ വേണം പോകാനായിട്ട്. അതിന് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത് വ്യത്യാസമുണ്ട്. ഈ ഏപ്രിൽ മെയ് പോലുള്ള വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ കൂടുതൽ വെള്ളം നിങ്ങൾ കുടിക്കണം. ബേസിക്കലി ഒരു സ്റ്റോൺ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ വെള്ളം കൂടിയാണ് ദ കോർ. ഓക്കെ, അപ്പം അത് മറക്കണ്ട, വെള്ളം കൂടി മെയിനാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു നോട്ടിൽ നമ്മൾ എന്തായാലും ഇനി നേരെ പാട്ടിലേക്ക്. കൂടെ ജോ ആണ്. ദിസ് ഈസ് SK ജംഗ്ഷൻ 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന്റെ സമയമാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്റേര ഹോസ്പിറ്റൽ, തിലകം. ഡോക്ടർ, നമ്മൾ കിഡ്നി സ്റ്റോണിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അറിയേണ്ടത് ഇതിന്റെ ചികിത്സകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ശസ്ത്രക്രിയ വരെ പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഏതൊരു സാഹചര്യത്തിലാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാമോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കിഡ്നി സ്റ്റോണിൻ്റെ വലിപ്പം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു രോഗി വന്നു, വയറിൻ്റെ ബുദ്ധിമുട്ടാണ്, നടുവേദനയാണ്, കിഡ്നി സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ, മൂത്രത്തിൽ ചെറുതായി ചോര പോകുന്നു. അങ്ങനെ കാണുമ്പോൾ നമ്മൾ ആദ്യം യൂറിൻ ടെസ്റ്റ് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, സ്കാൻ ചെയ്യും. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എത്രയാണ് കല്ലിൻ്റെ വലിപ്പം എന്നനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. 5 മില്ലിമീറ്ററിന് താഴെയുള്ള കല്ലുകൾക്കാണെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുകയും ഞാൻ ഈ പറഞ്ഞ ജീവിതചര്യയിലുള്ള ചേഞ്ചുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കവാറും കല്ല് തന്നെ പുറത്തിറങ്ങി പോകാനുള്ള സാധ്യതകളുണ്ട്. വേദന കുറയാനുള്ള വേദന സംഹാരികളും നമ്മൾ കൊടുക്കും. 5 മുതൽ 10 മില്ലിമീറ്റർ വലിപ്പമുള്ള കല്ലുകൾ, അത് വൃക്കയ്ക്കകത്താണെങ്കിലും മൂത്രനാളി യൂറീറ്ററിനുള്ളിലാണെങ്കിലും മൂത്രസഞ്ചിയിലുള്ളിലാണെങ്കിലും തന്നെ പോകാനുള്ള സാധ്യതകൾ കുറയും. വലിപ്പം കൂടുന്നതനുസരിച്ച് 6 മില്ലിമീറ്റർ പോലല്ല, 9 മില്ലിമീറ്റർ വലിപ്പം കൂടുന്നതനുസരിച്ച് പുറത്തിറങ്ങി വരാനുള്ള സാധ്യതകൾ കുറയും. അപ്പോൾ നമ്മൾ ഒന്ന് മരുന്നുകളുടെ ഡോസ് കൂട്ടും. ഈ മൂത്രം ആൽക്കലൈസ് ചെയ്യാനുള്ള മരുന്നുകൾ ആഡ് ചെയ്യും, മൂത്രം ഇത് കല്ല് തള്ളിപ്പോകാനുള്ള മരുന്ന് ആഡ് ചെയ്യും. നമ്മൾ പരമാവധി ശ്രമിക്കും. 10
10 മില്ലിമീറ്ററിന് മുകളിലുള്ള കല്ലുകൾ സാധാരണഗതിയിൽ പുറത്ത് പോവില്ല. അവയ്ക്ക് നമ്മൾ ശസ്ത്രക്രിയ തന്നെ മിക്കവാറും വേണ്ടി വരും. അത് വൃക്കയ്ക്കകത്താണെങ്കിലും യൂറേറ്ററിനകത്താണെങ്കിലും നമ്മുടെ ബ്ലാഡറിനകത്താണെങ്കിലും നമ്മൾ ഓരോ തരത്തിലുള്ള ചികിത്സകൾ ആവശ്യമുണ്ട്. ചുരുക്കത്തിൽ വേറൊരു രീതിയിൽ നമ്മളിത് പറയുകയാണെങ്കിൽ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് പനി, വിറയൽ, കിഡ്നിയെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ട്, നമുക്ക് ബ്ലീഡിങ് ഉണ്ട്, നമുക്ക് ഒരു വൃക്കയേ ഉള്ളൂ, ആ വൃക്കയിലാണ് കല്ല് വന്നിരിക്കുന്നത്, അല്ലെ 2 വൃക്കയിലും കല്ല് വന്നു, തീർത്തും മൂത്രം പോകുന്നില്ല, മൂത്രത്തിൽ സിവിയറായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്തായാലും അവരെ ചികിത്സിക്കണം. പിന്നെ ആർക്കൊക്കെയാണ് ശസ്ത്രക്രിയ വരെ നീണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മരുന്ന് കൊടുക്കും. ആദ്യം കയറി നമ്മൾ ശസ്ത്രക്രിയ ചെയ്യില്ല. മരുന്ന് കൊടുത്തിട്ടും പോകാത്ത കല്ലുകൾ, ഭയങ്കര അലസലമായ വേദന, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു വൃക്കയുള്ളവർ, പിന്നെ ചില ജോലി ചെയ്യുന്നവരുണ്ട്, പൈലറ്റ്, സെയിലർ, കടലിലൊക്കെ പോകുന്നവർ, അവർക്ക് തീരെ ചെറിയ കല്ലും പറ്റില്ല. അതൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ എടുത്തു കളയേണ്ടത് ആവശ്യമുണ്ട്. അപ്പം ശസ്ത്രക്രിയ, അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കേട്ടു. ആൻഡ് ലേസർ ട്രീറ്റ്മെൻറ്റ് എനിക്കൊന്ന് ആധുനിക ചികിത്സാ രീതിയിൽ ഇപ്പം പ്രധാനമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം എങ്ങനെയാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് വരുന്നത്, മറ്റ് ആധുനിക രീതികൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം. കിഡ്നി സ്റ്റോണിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടറിയുന്നു. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യുന്ന ഒരു സാഹചര്യം. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗങ്ങൾ വരും എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഒരു കിഡ്നി സ്റ്റോണിനെ സംബന്ധിച്ച് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടവയുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, നമ്മൾ ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞു, ശസ്ത്രക്രിയ എപ്പോഴാണ് അനിവാര്യമായിട്ടുള്ളത് തുടങ്ങിയ പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മോഡേൺ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ഇതിൻ്റെ ചികിത്സാ രീതികൾ കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ടുള്ളത്? കിഡ്നി സ്റ്റോൺ എവിടെയാണ്, അതായത് ഇപ്പോൾ നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് പൊതുവേ വിളിക്കുന്നത്, കിഡ്നിയിലാണോ സ്റ്റോൺ, അതോ യൂറേറ്റർ മൂത്രനാളിയിലാണോ സ്റ്റോൺ, ബ്ലാഡറിലാണോ സ്റ്റോൺ അനുസരിച്ചാണ് നമ്മൾ ശസ്ത്രക്രിയ പറയുന്നത്. നമ്മുടെ ഒരു 70 വയസ്സുള്ള ഒരു അപ്പച്ചനോട് ചോദിച്ചാൽ അറിയാം, അവരുടെ കാലഘട്ടത്തിൽ എല്ലാ സ്റ്റോണുകൾക്കും വയറ് തുറന്ന് ഓപ്പറേഷൻ ചെയ്ത് കല്ലെടുത്ത് കളഞ്ഞ് പഴുപ്പ്, പനി, അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു 50 വയസ്സ് 40 വയസ്സുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഒരു ഷോക്ക് കൊടുത്ത് കല്ല് പൊട്ടിച്ച ഒരു ചികിത്സ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അവർ നമ്മളോട് പറയും. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അതൊക്കെ നിർത്തലാക്കി ഏകദേശം തീരാറായി. ഇന്നത്തെ കാലത്ത് നമ്മുടെ വൃക്കയ്ക്കകത്താണ് കല്ലെങ്കിൽ കല്ലിൻ്റെ വലിപ്പം നോക്കും, ചെറിയ കല്ലാണോ വലിയ കല്ലാണോ. വലിയ കല്ലാണെങ്കിൽ നമ്മൾ കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യും, നേരെ ഒരു ഹോളിടും, സ്റ്റോൺ എടുക്കും, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ചെറിയ കല്ലുകളാണെങ്കിൽ നമ്മൾ മുറിവുകളൊന്നും ഉണ്ടാക്കാതെ മൂത്രനാളി വഴി ഉള്ളിലൂടെ കയറി കല്ലിൻ്റെ അടുത്തെത്തി കല്ലങ്ങ് പൊടിച്ച് കളയുക, ലേസർ ഉപയോഗിച്ച് പൊടിച്ച് കളയുക, തിരിച്ചിറങ്ങി വരും. ഇതിൻ്റെ പ്രധാന ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോകാം. ഇപ്പം വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഒരു ഓപ്പറേഷന് വന്ന് തിങ്കളാഴ്ച നിങ്ങൾക്ക് തിരിച്ച് ജോലിക്ക് പോകാമെങ്കിൽ അതിലും നല്ലൊരു കാര്യമുണ്ട്. നിങ്ങൾ ആ കല്ലും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല, വേദന സഹിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ മൂത്രനാളിയിലുള്ള കല്ലുകൾ, URSL എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്, അതായത് യൂറിട്രോസ്കോപ്പിക് ലേസർ വെച്ചിട്ട് പൊട്ടിച്ച് കളയുന്ന ഒരു ചികിത്സ. ഇതേപോലെ മൂത്രനാളി വഴി കയറി ഒരു മുറിവും ഉണ്ടാക്കാതെ കല്ല് ലേസർ വെച്ച് പൊട്ടിച്ച് കളഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി വരും. മൂത്രസഞ്ചിയിലാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ഇത് ക്രഷ് ചെയ്ത്, മെക്കാനിക്കലി ഇത് ക്രഷ് ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞ് പുറത്തിറങ്ങി വരും. ഞാനീ പറഞ്ഞ 3 ചികിത്സാ രീതി, കീഹോൾ ഒഴികെ ഒരു മുറിവും നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്ക് റെസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് ജോലിയിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല, 2 ദിവസത്തിനകം നിങ്ങൾക്ക് തിരിച്ച് ജോലിക്കും കയറാം. അതൊക്കെയാണ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്. സ്റ്റോണുകൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സമയത്തിനനുസരിച്ചുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്രമാത്രം ഒരു റെസ്റ്റ് വേണം. എന്നാൽ പക്ഷെ അത്ര അധികം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇനി പാട്ടിലേക്കാണ് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction.
വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. ഇന്ന് എസ് കെ ജംഗ്ഷനിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ഒക്കെ ഉത്തരം നൽകാനായി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എക്സ്പെർട്ട് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മീറ്റെറ ഹോസ്പിറ്റൽ തലകം. ഡോക്ടർ, നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സകൾ, എന്തൊക്കെയാണ് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം എന്തൊക്കെയാണ്? ഇപ്പം ഫുഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയായിരിക്കും? ഈ ഒരു കിഡ്നി സ്റ്റോൺ വന്നവർക്കും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ളവർക്കും എല്ലാവർക്കും ഒത്തൊരുമിച്ചുള്ള ആ ഒരു ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കും? നമ്മുടെ കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ടൊരു ഫുഡ് ഇല്ല. നമ്മൾ ജനറലായിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ സ്റ്റോൺ വന്നവർക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, പിന്നീട് വരാനുള്ള സാധ്യതകൾ നമുക്ക് കുറച്ചെടുക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് ആനിമൽ മീറ്റാണ്. നമ്മുടെ റെഡ് മീറ്റ് എന്ന് പറയുന്ന സാധനം. അതിൽ കൂടുതലായിട്ട് കഴിക്കുന്നവർക്ക് യൂറിക് ആസിഡ് സ്റ്റോണൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉപ്പിൻ്റെ അളവ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അത് ഒരു പരിധി വരെ നമുക്ക് സ്റ്റോൺ ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ പറ്റും. പിന്നെ ആവശ്യത്തിന് 2.5 ലിറ്റർ 3 ലിറ്റർ വെള്ളം വരെ ഡെയിലി കുടിക്കുക. പിന്നെ ചില പ്രത്യേക സ്റ്റോണുകൾ, അതായത് ഓക്സലേറ്റ് സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോണൊക്കെ ഉണ്ടാകുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചീര, ബീറ്റ്റൂട്ട്, നട്ട്സ്, ചോക്ലേറ്റ് ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ സ്റ്റോൺ ഫോം ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. കൂടാതെ തന്നെ നമ്മൾ ഒരു 5 കിലോ വരെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതും സ്റ്റോൺ ഫോം ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രോസസ്ഡ് ഫുഡ്, നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, കോള, ഡ്രിങ്ക്സ്, ഇതൊക്കെ സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ഓരോ കാരണങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഈ കിഡ്നി സ്റ്റോണും ഫുഡും എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് ഈ കാൽഷ്യം എന്ന് പറയുന്നത്. സോ കാൽഷ്യം ഉള്ള ഫുഡ് നമ്മൾ മനഃപൂർവ്വമായിട്ടും അവോയ്ഡ് ചെയ്യണം എന്നെങ്കിലും കേട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട്? എങ്ങനെ നമ്മൾ ഒഴിവാക്കാം? കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ ഒപ്പിയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാർ കാൽഷ്യം അല്ലേ സ്റ്റോൺ, അപ്പോൾ നമ്മൾ കാൽഷ്യം അങ്ങ് കുറച്ചാൽ സ്റ്റോൺ ഉണ്ടാവില്ലല്ലോ. അത് നമ്മുടെ നാട്ടിലെ ഒരു തെറ്റായ ധാരണയാണത്. കാൽഷ്യം കുറയ്ക്കുന്നത് നിങ്ങൾക്ക് സ്റ്റോൺ കുറയാൻ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യില്ല. അമിതമായിട്ട് കാൽഷ്യം കഴിക്കുന്നവർ, ഇപ്പോൾ 2 ഗ്രാം 3 ഗ്രാം 4 ഗ്രാം ഒക്കെ ഡെയിലി കാൽഷ്യം കഴിക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടാവാം. ചില ആൾക്കാരിൽ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാൽഷ്യം സ്റ്റോൺ ഉണ്ടാവാം. അവരിൽ കാൽഷ്യം കുറയ്ക്കണം. എന്നാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ കാൽഷ്യം നിർത്തുകയാണെങ്കിൽ വേറൊരു പണി ചെയ്യും നമ്മുടെ കുടൽ. അവർ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നതിന് പകരം ഓക്സലേറ്റ് എന്ന് പറയുന്ന സാധനം അബ്സോർബ് ചെയ്ത് ഓക്സലേറ്റ് സ്റ്റോണുകൾ നിങ്ങൾക്ക് ഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് ഒഴിവാക്കാനുള്ള, അതായത് സാധാരണഗതിയിൽ സ്റ്റോൺ ഫോം ചെയ്യുന്ന ഒരാൾക്ക് കാൽഷ്യം തീർത്തും കുറച്ചത് കൊണ്ടോ വല്ലാണ്ട് കൂട്ടിയത് കൊണ്ടോ ഒരു ഗുണം ഉണ്ടാവില്ല. നോർമൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഉണ്ട്. അതായത് 1 ഗ്രാം കാൽഷ്യം ഡെയിലിയൊക്കെ കഴിക്കാം. 1 ഗ്ലാസ് പാല് കുടിക്കാം. ഇപ്പോൾ നിങ്ങൾ പ്രായമുള്ളവർ ഒരു കാൽഷ്യം ടാബ്ലറ്റ് ഡെയിലി കഴിക്കുന്നതാണ്, ഒരു കാരണവശാലും അത് നിർത്തരുത്. ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. നിങ്ങൾക്ക് കൈയുടെയും കാലിൻ്റെ എല്ലിൻ്റെയും ബലം എല്ലാം കുറയും. സ്റ്റോൺ എന്തായാലും ഫോം ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലിൻ്റെ ബലം കുറഞ്ഞ് കിട്ടിയിട്ട് ഒരു കാര്യവും കിട്ടാനില്ല. അപ്പോൾ നോർമൽ റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് കാൽഷ്യം നിങ്ങൾ കഴിച്ചിരിക്കണം. അത് നിങ്ങൾ ഓക്സലേറ്റ് സ്റ്റോൺ ഫോം ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ചില തെറ്റിദ്ധാരണകൾ എനിക്കൊന്ന് ഇപ്പോഴും ഈ ഒരു കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം എസ് കെ ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. എസ് കെ ജംഗ്ഷനിൽ ജോ ആണ്. ഇന്ന് നമ്മളെ കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ കാൽഷ്യം കിഡ്നി സ്റ്റോണും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിയുമ്പോഴേ ചില അഭേദ്യമായ ബന്ധം ഈ പച്ചമരുന്നുമായിട്ടും ഉണ്ട്. അതായത് നമ്മൾ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ പല എഴുത്തുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പച്ചമരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഇതിങ്ങനെ അരച്ച് കലക്കി അതിൻ്റെ വെള്ളം കുടിച്ചാൽ കിഡ്നി സ്റ്റോൺ അല്ല എന്തും മാറും എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനെ പ്രതി എന്താണ് ഡോക്ടറിന് പറയാനായിട്ടുള്ളത്? പച്ചമരുന്നിനെ കുറിച്ചൊക്കെ പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഇത് അരച്ച് വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ആ വെള്ളം കുടിയിലാണ് കാര്യമായിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5 മില്ലിമീറ്റർ താഴെയുള്ള കല്ലുകൾ വെള്ളം കുടിച്ചാൽ തന്നെ പുറത്തു പോകും. അപ്പോൾ അത് പച്ചമരുന്നിൻ്റെ എഫക്റ്റ് ആണെന്ന് വേണമെങ്കിൽ അവർക്ക് വാദിക്കാം, ഗുണമുണ്ട്. പക്ഷേ എൻ്റെ കുറച്ച് അഡ്വൈസുകൾ ഇതാണ്. നിങ്ങൾക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അതായത് പനി, കഠിനമായ വയറുവേദന, മൂത്രത്തിൽ ചോര പോവുക, നിങ്ങൾക്ക് ഒരു വൃക്കേ ഉള്ളൂ അല്ലെങ്കിൽ 2 വൃക്കയും നിറയെ കല്ലാണ്, ദയവ് ചെയ്ത് പച്ചമരുന്നിന് വേണ്ടി കാത്തിരിക്കരുത്. കാരണം നിങ്ങളുടെ ജീവൻ വെച്ച് നിങ്ങൾ കളിക്കരുത്. അത് കംപ്ലീറ്റ് ആയിട്ട്
കിഡ്നി ഷട്ട് ഡൗൺ ചെയ്ത് പോകാനും ഒട്ടും മൂത്രം വരാത്ത അവസ്ഥയും പിന്നീട് നിങ്ങൾക്ക് ഡയാലിസിസ് ഒക്കെ വേണ്ടി വരുന്ന അവസ്ഥകളും ഉണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പച്ചമരുന്നും സാധനങ്ങളൊക്കെ കഴിച്ച് ഒരു കല്ല് പുറത്തു പോകും. അപ്പോൾ എല്ലാവരും ഈ കല്ല് പോയി. അതല്ല അവസ്ഥ. ഒരു കല്ല് ഒടിഞ്ഞ് കല്ലിൻ്റെ ഒരു കഷ്ണമായിരിക്കും നിലത്ത് പോയി, മറ്റേ കല്ല് അതിനകത്ത് ഇരിപ്പുണ്ടാവും, വേദന മാറും, വളരെ സന്തോഷം. അതിൻ്റെ ഒരു ദോഷവശം 6 മാസത്തിനുള്ളിൽ ആ കല്ല് പഴയതിനേക്കാൾ വലുതായി, കിഡ്നി തടസ്സമായി, കിഡ്നി ഡാമേജായി അവിടെ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ദയവ് ഇത് അങ്ങനത്തെ പരിപാടികൾ കാണിക്കരുത്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കല്ല് കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ ഒരു പോസിബിലിറ്റി ഇരിക്കുമ്പോൾ നമ്മൾ പച്ചമരുന്ന് കഴിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതൊക്കെ നമ്മുടെ തീരുമാനമാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡേഞ്ചർ സൈൻസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഡോക്ടർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പം നമ്മൾ എന്തൊക്കെ പരിശോധനകളാണ് നമുക്ക് ഈ ഒരു കിഡ്നി സ്റ്റോണുമായിട്ട് സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ളത്? നമ്മൾ ബേസിക്കലി ഒരു രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ നമ്മളവരെ പരിശോധിച്ചതിന് ശേഷം ആദ്യം കൊടുക്കുന്നത് യൂറിൻ റൊട്ടീൻ എന്ന് പറയുന്ന ടെസ്റ്റാണ്. അതിൽ രക്തമയം, അതായത് RBCയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇയാൾക്ക് സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ചില ക്രിസ്റ്റൽസ്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ശരിക്കും കല്ല് തന്നെയാണ്. ഇപ്പോൾ കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കാണുക, അത് ക്ലംപ് ചെയ്തിങ്ങനെ കാണുക, അല്ല യൂറിക് ആസിഡ് അതിനകത്ത് കാണുക. ചില പ്രത്യേക തരത്തിലുള്ള കല്ലുകളുണ്ട്, സിസ്റ്റീൻ സ്റ്റോൺസ് എന്നൊക്കെ. അത് കണ്ടാൽ ഉറപ്പിക്കാം ഇയാൾക്ക് സിസ്റ്റീൻ സ്റ്റോൺ ഉണ്ട് എന്നറിയും. കുട്ടികളിലാണ് അത് കാണുന്നത്. അതാണ് ഫസ്റ്റ് ടെസ്റ്റ്. പിന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിലേക്ക് കടക്കാം. ബ്ലഡിൽ നമ്മൾ കാൽഷ്യം, ഫോസ്ഫറസ്, യൂറിക് ആസിഡിൻ്റെ ലെവലൊക്കെ എത്രയാണ് നമ്മൾ നോക്കും. ഇപ്പോൾ അമിതമായ ലെവലിലുണ്ടോ, അമിതമായ ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണോ ഈ കല്ലുകൾ ഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ RFT എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, റീനൽ ഫങ്ഷൻ ടെസ്റ്റ്. ഈ കല്ലിരുന്നിട്ട് കിഡ്നി ഡാമേജ് ആയി തുടങ്ങുന്നുണ്ടോ, ചിലപ്പോൾ അത് 1 താഴെ ആയിരിക്കും വാല്യൂ, അത് 1.5 2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. കൂടാതെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റോണിൻ്റെ സ്കാനാണ് അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് KUB എന്ന് പറയും, അതായത് കിഡ്നി യുറീറ്റർ ബ്ലാഡർ. അപ്പോൾ ആ ഭാഗങ്ങളിൽ സ്റ്റോൺ എവിടെയാണ് ഇരിക്കുന്നത്, സ്റ്റോൺ കിഡ്നീനെ ഡാമേജ് ചെയ്തിട്ടുണ്ടോ, എത്ര വലുപ്പമുള്ള സ്റ്റോണാണ്, ഇൻഫെക്ഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രൈമറി സ്കാനിലൂടെ കാണും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഇതിനൊരു റേഡിയേഷനും ഇല്ല, ഒരു കുഴപ്പങ്ങളും ഇല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയവർക്കും നമുക്കിത് സ്കാൻ ചെയ്യാൻ പറ്റും. ഇത് കടന്നിട്ടുള്ള അടുത്ത, നമ്മളിപ്പോൾ ഒരു ശസ്ത്രക്രിയ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കീഹോൾ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എത്ര മരുന്ന് കഴിച്ചിട്ടും കല്ല് പോകുന്നില്ല, ഉടനെ നമ്മൾ ചെയ്യുന്നതാണ് CT സ്കാൻ. CT സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കല്ലിൻ്റെ കട്ടി, കല്ലിൻ്റെ കൃത്യമായ വലുപ്പം, കല്ല് എവിടെയാണ് ഇരിക്കുന്നത്, കിഡ്നിയിൽ എത്ര ഡാമേജ് ഉണ്ടാക്കി, ഇത് പുറത്തു പോകാൻ സാധ്യതയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അൾട്രാസൗണ്ട് സ്കാനിനേക്കാൾ നന്നായിട്ട് CT സ്കാനിൽ അറിയാൻ പറ്റും. ഗർഭിണികളായ സ്ത്രീകൾ നമ്മൾ MRI ചിലപ്പോൾ എടുക്കാറുണ്ട്, അത് വലിയ ഗുണമില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ സാധാരണ എക്സ്റേ KUB എന്ന്, വീണ്ടും കിഡ്നി യുറീറ്റർ ബ്ലാഡർ നമ്മൾ പറയും. അതിൽ ചില കട്ടിയുള്ള കല്ലുകൾ എവിടെയാണ് ഇരിക്കുന്നത്, കല്ല് പൂർണ്ണമായി പുറത്തു പോയോ, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എന്നിരുന്നാലും ഇത് അൾട്രാസൗണ്ട് സ്കാൻ, CT സ്കാൻ അത്രയും ഫലവത്തല്ല. ഓക്കെ, അപ്പം എന്താണ് കിഡ്നി സ്റ്റോൺ, എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ, എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ പരിശോധിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോവാണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മൾ ഓരോ കടമ്പകൾ ഇങ്ങനെ കടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനായിട്ട് വന്നവരാണെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഫുഡിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, എക്സസൈസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യേണ്ട ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് വെള്ളം കുടിക്കുക. 3 വട്ടം പറയുന്നു വെള്ളം കുടിക്കുക. പ്രധാനമായിട്ട് അത് തന്നെയാണ് നമുക്ക് കിഡ്നി സ്റ്റോൺ ഒരിക്കൽ വന്നവർക്ക് വീണ്ടും വരാതിരിക്കാൻ. നമ്മൾ 1 വർഷം ശ്രദ്ധിക്കും, 2 വർഷം ശ്രദ്ധിക്കും, 3-ാമത്തെ വർഷമാകുമ്പോൾ നമ്മളങ്ങ് മറക്കും നമ്മുടെ ജോലി ഭാരം, മറ്റു കാര്യങ്ങളെല്ലാം. എപ്പോഴും ഒരു കരുതൽ വേണം. നമ്മുടെ ഒരിക്കൽ സ്റ്റോൺ ഉണ്ടായവർക്ക് ഇനിയും സ്റ്റോൺ വരും എന്നുള്ളൊരു ഉൾബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അത് തന്നെ കിഡ്നി സ്റ്റോൺ നമുക്ക് ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട ഇത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു 5 കിലോയെങ്കിലും വെയിറ്റ് നിങ്ങൾ കുറച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് അത് വളരെയധികം ഗുണം ചെയ്യും. സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കുറയും. കൂടാതെ 30 മിനിറ്റെങ്കിലും ഡെയിലി നടക്കുക, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾക്ക് വേണം.
പിന്നീട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിക്കൽ സ്റ്റോൺ വന്നവർ 1 വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴോ ഇടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കുക. വേദന തീർത്തും ഇല്ലാതെ ഉള്ളിൽ സ്റ്റോൺ ഫോം ചെയ്ത് കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി നമ്മുടെ അടുത്ത് രോഗികൾ വരാറുണ്ട്. അത് ഒഴിവാക്കാനുള്ള ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കുക. നമ്മുടെ അടുത്ത് വരിക, നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ഇല്ല എന്ന് ഉറപ്പിക്കുന്നതും നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഡോക്ടർ മുമ്പേ പറഞ്ഞു കഴിവതും ഒരു 5 കിലോ എങ്കിലും കുറയ്ക്കുക എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പം കുട്ടികളിലും ഇത് കാണപ്പെടുന്നുണ്ട് കിഡ്നി സ്റ്റോൺ. അപ്പം അവർ വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ വേണ്ട ഒരു പ്രായം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങളാണ് മനഃപൂർവ്വമായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കുട്ടികളിലുള്ള സ്റ്റോൺ ഞാൻ ഈ പറഞ്ഞത് കാറ്റഗറിയിലേ പെടുന്നില്ല. കുട്ടികളിൽ സ്റ്റോൺ വരുന്നത് പ്രധാനമായിട്ട് അവരുടെ ജനറ്റിക് പ്രോബ്ലം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അവർക്ക് പ്രത്യേക തരത്തിലുള്ള സിസ്റ്റീൻ സ്റ്റോൺസ്, കാൽഷ്യത്തിൻ്റെ ചില മെറ്റബോളിസത്തിലുള്ള വ്യത്യാസങ്ങൾ, അവർക്ക് കൃത്യമായിട്ടുള്ള ആഹാരത്തിലുള്ള വ്യത്യാസങ്ങൾ, മരുന്നുകൾ തന്നെ വേണ്ടിവരും. അല്ലാതെ നമ്മുടെ ഈ പറയുന്ന വെയിറ്റ് കുറച്ചത് കൊണ്ട് കുട്ടികളിൽ ഒരു ഗുണം ഉണ്ടാവില്ല, ദോഷം ഉണ്ടാകുകയും ചെയ്യും. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വെള്ളം കുടിക്കുക. ഡോക്ടർ 3 വട്ടം പറഞ്ഞു വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി SK ജംഗ്ഷനിൽ പാട്ടുകളാണ്. എല്ലാവരും പോയി വെള്ളം കുടിച്ചിട്ട് വായോ. നമ്മൾ അടുത്ത ചോദ്യവുമായിട്ട് എത്തുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. SK ജംഗ്ഷനിൽ ഇന്ന് കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ, നമ്മുടെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ മാറി ശരിയായ ധാരണയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഈ സ്റ്റോൺ അനലൈസിസ്, അതുപോലെ തന്നെ 24 hour യൂറിൻ അനാലിസിസ് എന്ന് പറഞ്ഞത്. അപ്പം എന്താണ് ഈ സംഭവം എന്നുള്ളത് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. അതായത് ചില സമയത്ത് ഈ സ്റ്റോൺ അവർക്ക് ഇങ്ങനെ വീണ് കിട്ടുന്നു, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിലൂടെയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സോ എന്താണ് ഡോക്ടർ അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള ഇത്തരം സിറ്റുവേഷൻസ് ഡോക്ടർ ഇനിയും കേട്ടിട്ടുണ്ടായിരിക്കും, എന്താണ് അവരോട് പറയാനായിട്ടുള്ളത്? ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലങ്കാന. നിങ്ങളുടെ കൂട്ടുകാരന് വരുന്ന ആ അവസ്ഥയാണ് പിന്നെയും കല്ല് വരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ആൾക്കാരിൽ കുട്ടികളിൽ വരുന്ന സ്റ്റോണ് 2 വൃക്കയും നിറയെ കല്ലുകൾ ഫോം ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ഒരു കല്ല് ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു കളഞ്ഞതുകൊണ്ട് മാറുന്ന ഒരു അസുഖമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മെറ്റബോളിക് സിൻഡ്രോമാണ്. അതായത് ഇതൊരു ആയുഷ്കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ആൾക്കാർക്ക് മടിയാണ്. അവർ പറയും 10 കൊല്ലം മുന്നേ ഒരു കല്ല് വന്ന് പോയി, ഷുഗർ വന്നു, മരുന്ന് കഴിച്ചു പോയി, പ്രഷർ വന്ന് പോയി. അതേപോലുള്ള ഒരു അസുഖം ആണ് നമ്മുടെ കിഡ്നി സ്റ്റോൺ. നമ്മൾ ആയുഷ്കാലം മുഴുവൻ നമ്മുടെ കൂടെ ഇതുണ്ടാവും. നമ്മൾ ആഹാരത്തിലും വെള്ളത്തിലുള്ള വ്യത്യാസങ്ങൾ കൂടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ചില ആൾക്കാരിൽ വീണ്ടും അടുപ്പിച്ച് കല്ലുകൾ വരാം, കുട്ടികളിൽ കല്ല് വരാം. അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ഈ 24 hour യൂറിൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യണം. അതായത് 24 മണിക്കൂറും അവരൊഴിക്കുന്ന മൂത്രം നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് അതിൻ്റെ pH എത്ര അളവ് പോയി, അതിനകത്ത് എത്ര കാൽഷ്യം പോകുന്നുണ്ട്, ഓക്സലേറ്റ് പോകുന്നുണ്ട്, യൂറിക് ആസിഡ് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് എന്താണ് അവരുടെ കല്ലുണ്ടാവാൻ ഒരു കാരണം, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതാണ് ആദ്യം ചോദിച്ച 24 hour യൂറിൻ അനാലിസിസ്. പിന്നെ സ്റ്റോൺ അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ ആ കിട്ടിയ സ്റ്റോൺ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അതിലെന്ത് സ്റ്റോണാണ്, ഇത് യൂറിക് ആസിഡ് സ്റ്റോണാണോ, കാൽഷ്യം സ്റ്റോണാണോ, ഫോസ്ഫറസ് സ്റ്റോണാണോ, അതോ നമ്മുടെ ഇൻഫെക്ഷൻ, അതായത് വീണ്ടും ഇൻഫെക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വരുന്നവർക്ക് സ്റ്റോൺ ഫോം ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സ്റ്റോണാണോ, അത് അനലൈസ് ചെയ്യാനുള്ള ഗുണം എന്താ, അത് വരാതിരിക്കാനുള്ള കാരണങ്ങൾ കൃത്യമായിട്ട് കാണാം. ചുമ്മാ നമ്മൾ വെറുതെ പറയുന്നത് വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് ഫലവത്താവില്ല. അവരിൽ കൃത്യമായിട്ടുള്ള ചികിത്സകൾ, മരുന്നുകൾ, ആഹാരത്തിലുള്ള ചേഞ്ചുകൾ കൊടുക്കേണ്ടതുണ്ട്. അതൊരു 5% തൊട്ട് 10% ഉള്ളൂ. മൊത്തം കാലിലുള്ള ഉണ്ടാകുന്ന ആൾക്കാരിൽ അത്രയും ശതമാനം പേർക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ ചികിത്സ തന്നെ കിട്ടിയാലേ അവർ രക്ഷപ്പെടും എന്നുള്ളതുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സ്റ്റോൺ അനാലിസിസും 24 hour യൂറിൻ അനാലിസിസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും കിഡ്നി സ്റ്റോണിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേട്ടോ. എന്താണ് 24 hour യൂറിൻ അനാലിസിസ്, സ്റ്റോൺ അനാലിസിസ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതൊക്കെ കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി പ്രഗ്നന്റ് ലേഡീസിലേക്ക് വരുമ്പോൾ അവർക്ക് കിഡ്നി സ്റ്റോൺ സംഭവിക്കുമ്പോൾ എന്തൊക്കെ കരുതലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് സംഭവിക്കുന്നത്? ബേസിക്കലി പ്രഗ്നൻസി സമയം എന്ന് പറഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടിയൊരു സമയമാണ്. അപ്പോൾ ഒരു സ്ത്രീയിൽ നടുവേദന അല്ലെങ്കിൽ ഇടുപ്പ് വേദനയായിട്ട് വരുമ്പോൾ നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ പ്രഗ്നൻസി സംബന്ധമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. കാരണം കിഡ്നി സ്റ്റോൺ നമുക്ക് സമയമുണ്ട്. മറ്റ് പ്രഗ്നൻസി കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അതിനുശേഷം ഈ സ്കാനുകൾ, നമുക്ക് ഈ CT സ്കാൻ എന്തായാലും നമുക്ക് പ്രഗ്നൻസി സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം റേഡിയേഷൻ കഴിവതും നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റിലൂടെയും അൾട്രാസൗണ്ടിലൂടെയും തീർത്തും പറ്റില്ലെങ്കിൽ MRIയിലൂടെയാണ് നമ്മൾ സ്റ്റോൺ എവിടെയാണ്, സ്റ്റോൺ തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു 50% തൊട്ട് 80% വരെയുള്ള സ്ത്രീകളിൽ ചെറിയ പെയിൻ കില്ലേഴ്സ് കൊടുത്ത് വെള്ളം കുടിച്ചാൽ ഈ സ്റ്റോണിങ് പോരും. ബാക്കിയുള്ളവരിൽ നമ്മൾ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇട്ട് കൊടുക്കുക. സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ മൂത്രനാളിക്കുള്ളിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ട്യൂബ് ഇട്ട് കൊടുക്കുന്നതാണ് ഈ തടസ്സം മാറാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ 12 ആഴ്ച തൊട്ട് 28 ആഴ്ച വരെയുള്ള സമയങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെൻറ്റ് ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ആ പ്രഗ്നൻസി ഒന്ന് കടത്തിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഓപ്പറേഷൻ, അതായത് ഇതേപോലെ മൂത്രനാളിയുടെ ഉള്ളിൽ കയറി കല്ല് പൊട്ടിച്ച് കളയുന്ന ഓപ്പറേഷൻ രണ്ടാമത്. തീർത്തും നിവൃത്തിയില്ലാത്ത അവസ്ഥകളിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷമേ നമ്മൾ കല്ല് ചികിത്സിക്കാറുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യങ് ലേഡീസ്, ഞാൻ ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ കല്ല് കൂടി വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു സ്റ്റോൺ അവിടെ ഇരിപ്പുണ്ട്, 4 മില്ലിമീറ്റർ സ്റ്റോൺ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രഗ്നൻസിയുടെ സമയത്ത് സ്റ്റോണിൻ്റെ വലിപ്പം കൂടാം. അത് ശരീരത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോൺ ഓപ്പറേറ്റ് ചെയ്യുകയോ മരുന്ന് കഴിക്കുകയോ ചെയ്ത് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നത് നിങ്ങൾക്ക് എപ്പോഴും സേഫ് ആയിരിക്കും. അതും വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതവിടെ ഇരുന്ന് വലുതാക്കി തടസ്സം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആ പ്രഗ്നൻസിയിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടും. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് SK ജംഗ്ഷനിൽ ഇനി പാട്ടുകളാണ് എത്തുന്നത്. പാട്ടുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. ഇന്ന് നമ്മൾ കിഡ്നി സ്റ്റോണുമായിട്ട് നമ്മുടെ SK ജംഗ്ഷനിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, നമ്മൾ ഇന്ന് കിഡ്നി സ്റ്റോണിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഫ്രം ദ ബിഗിനിങ് നമ്മൾ കേട്ടു ആർക്കൊക്കെ എന്താണ് സംഭവം, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ, എന്തൊക്കെ രീതിയിൽ ഇതിനെ പരിശോധിക്കാം, അഡ്വാൻസ് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ ചികിത്സാ രീതികൾ എന്നൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. പിന്നെ ഇനി അറിയേണ്ടത്, ഈ കിഡ്നി സ്റ്റോൺ അപകടകാരിയാണ്, എത്രമാത്രം ഇത് ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഇത്തരം രീതിയിൽ ഇതിനെ കാണണം എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കിഡ്നി സ്റ്റോൺ ആസ് സച്ച് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണോ? അത് ബേസിക്കലി കിഡ്നി സ്റ്റോൺ ഒരു മെറ്റബോളിക് ഡിസോർഡറാണ്. അതായത് ശരീരത്തിൽ നമ്മുടെ കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് ഇവ എങ്ങനെ ശരീരം ഹാൻഡിൽ ചെയ്യുന്നു അനുസരിച്ചാണ് നമുക്ക് സ്റ്റോൺ ഉണ്ടാകുകയില്ല. ഇത് ഒരു സ്റ്റോൺ എടുത്തു കളഞ്ഞാൽ മാറുന്ന ഒരു അസുഖമല്ല കിഡ്നി സ്റ്റോൺ. നമ്മൾ അതും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളത് നമ്മുടെ വെള്ളം കുടിയും നമ്മുടെ ആഹാരത്തിലുള്ള ചേഞ്ചുകളും എല്ലാം വെച്ച് നമുക്കത് മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ. നമ്മൾ തീർത്തും അതിനെ അവഗണിച്ചാൽ അപകടകാരിയായി മാറും. അവഗണിക്കാതിരിക്കുക, അത് കറക്റ്റ് സമയത്ത് കണ്ടെത്തുക, അതിനനുസരിച്ചുള്ള ജീവിതശൈലി ചേഞ്ചുകളൊക്കെ വരുത്തുക, വെള്ളം കുടിക്കുക, വലുതാകുകയാണെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുക, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുക. കൃത്യമായിട്ട് അതിനെ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ട് നടന്നാൽ അവൻ നമുക്കിട്ട് പാര വെക്കാതിരിക്കും. അതല്ല, അവനെ അവഗണിച്ചാൽ അവൻ പ്രശ്നങ്ങളുണ്ടാക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ആ കൂട്ടുകാരെ നമുക്ക് വേണ്ട. അപ്പോൾ പുള്ളിയെ നമുക്ക് വെള്ളം കുടിച്ച് തുരത്താം എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളോട് കിഡ്നി സ്റ്റോണിനെ കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ അശ്വിൻ ജോർജ് റോയ്, കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഫ്രം മിറ്ററ ഹോസ്പിറ്റൽ, തെലകം. ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. വെൽക്കം. 89.6 FM സർഗക്ഷേത്ര.